നോക്കി നിങ്ങൾ ഇൻസ്റ്റയിലൊക്കെ ഉള്ള ജുനൈദല്ലേ? ഹായ് ചങ്കാള, ഇനി കുറച്ച് കാര്യങ്ങൾ പറയാതെ പറ്റൂല. ജുനൈദ് കെട്ടാൻ പോകുന്ന പെണ്ണും അവളെ അമ്മയും ഞാനും എൻ്റെ ഹസ്ബൻഡും ഇന്നലെ വൈക്കടവ് പോയിരുന്നു. 2 മണിക്ക് ജുനൈദിൻ്റെ കബറടക്കമൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. നമ്മളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, അവളൊരു സാധാരണ പെൺകുട്ടിയാണ്. അവളുടെ കുറച്ച് പൈസയും ഫോണും കാര്യങ്ങളൊക്കെ അവനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. വലിയൊരു സാമ്പത്തിക ബാധ്യതയുമായി അവളും അവളെ ഉമ്മയും ഒരു ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് വാടകയ്ക്ക്. എൻ്റെ മരണത്തിന് കാരണം അവളാണെന്ന് പറഞ്ഞ് അവൻ്റെ ഒരു മെസ്സേജ് എല്ലായിടത്തും പറക്കണതായിട്ട് അവൾ അറിഞ്ഞു. ഇതൊക്കെ അവളെ വല്ലാതെ തളർത്തുന്നുണ്ട്. ജുനൈദിന് ആക്സിഡന്റ് സംഭവിച്ച അന്ന് അവൾ വീട്ടിലുണ്ട്. ഖുർആൻ മഹറായി നിക്കാഹിന് വരെ സംസാരിച്ചിട്ടാണ് ജുനൈദ് അവിടുന്ന് ഇറങ്ങുന്നത്. ഈ സമയത്ത് അവൾ ഒറ്റയ്ക്കല്ല, അവളും അവളെ അമ്മയും കൂട്ടക്കാരൊക്കെ ഉണ്ട്. കേസും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ടെങ്കിലും അവർ തമ്മിൽ നല്ല ബന്ധമായിരുന്നു. ഇപ്പൊ അവള് സാമ്പത്തികമായും മാനസികമായും അവനെപ്പോലെ നഷ്ടപ്പെട്ട് ഇരിക്കുന്ന സമയമാണ്. 2-3 ദിവസം മുന്നൊക്കെ സ്റ്റാറ്റസുകളിലും സ്റ്റോറികളിലൊക്കെ അവന് മരണത്തെക്കുറിച്ച് തന്നെ പോസ്റ്ററുകളൊക്കെ ഇട്ടിട്ടുണ്ട്, നേരിട്ടും അങ്ങനെ സംസാരിക്കലുണ്ട് എന്നൊക്കെ അവൾ എന്നോട് പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് പോലീസിനോട് അവൻ മദ്യപിച്ചിട്ടുണ്ടോ ചോദിച്ചപ്പോൾ വേണ്ടുവോളം എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. മാത്രമല്ല അവൻ വന്നത് ഓവർ സ്പീഡിലാണെന്നുള്ള ക്യാമറകൾ തെളിയിച്ചിട്ടുണ്ട്. അവൻ ചെയ്ത തെറ്റിന് അള്ളാഹു പുറത്ത് കൊടുക്കട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മൾ അവളെയും കുടുംബത്തെയും ആശ്വസിപ്പിക്കുകയാണ് വേണ്ടത്, അല്ലാതെ അനാവശ്യമായിട്ടുള്ള പോസ്റ്ററും കാര്യങ്ങളും ഇട്ടിട്ട് അവളെ വിഷമിപ്പിക്കല്ല ചെയ്യേണ്ടത്. ദയവ് ചെയ്ത് അവളെ കുറ്റം പറയാക്കുക, അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്.